ഹലോ, വെൽക്കം ടു മാംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നമ്മളുടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോ ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യുക, എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക, കിച്ചണിൽ എങ്ങനെ സമയം ലാഭിക്കുക, പെട്ടെന്ന് എങ്ങനെ കിച്ചൺ പണി തീർക്കുക, ഇങ്ങനെ ഒരാൾ ഒരു കമൻ്റ് ആക്കിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. മഴയ്ക്ക് കുറച്ചൊരു ശമനം കിട്ടിയിട്ടുണ്ടല്ലേ നമ്മുടെ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട്. രാവിലെ വന്നിട്ട് ആദ്യം ചെയ്യൽ ഇതാണ്, നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് വെക്കുക. നമ്മൾ ഇതൊക്കെ ഗ്യാസ് സ്റ്റവൊക്കെ തുടച്ചിട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റായിട്ട് ചെയ്യൽ. അപ്പോൾ ഞാൻ രാവിലെ സാധാരണ കഴിക്കൽ ബദാം വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും വെറുവയറ്റിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ജ്യൂസാണ് ആക്കൽ, അതാണ് കുടിക്കലിട്ടാ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ മഴ ആയപ്പോൾ അതൊന്നും കഴിക്കാൻ തോന്നണില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കലില്ല സാധാരണ. പിന്നെ ഒരു ഓംലേറ്റ് ബുൾസൈയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു മഴ ആയ കാരണം കൊണ്ട് നല്ല ചൂട് ചായയും ബുൾസൈയും കഴിക്കാൻ തോന്നി. അപ്പോൾ അതാണ് ഇപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. ചായയോട് എനിക്ക് വലിയ ഇഷ്ടമില്ല, അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കലില്ല. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ പൊടിയും മധുരമൊക്കെ കുറച്ചും കൊണ്ട് ഒരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്തും കൊണ്ട് പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത്. മഴ കണ്ട് ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ പുറത്ത് വന്നിരുന്നതാണ്. അല്ലെങ്കിലും പ്രകൃതിയിലേക്ക് നോക്കുന്നതും നല്ല പച്ചപ്പുകളൊക്കെ നമുക്ക് കാണാൻ നല്ല രസമാണല്ലേ. അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ പുറത്തേക്കാണ് ഇങ്ങനെ പച്ചപ്പ് പിടിച്ച ഒരു സിറ്റുവേഷൻ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതങ്ങനെ നോക്കിയാണ്ട് ചായയൊക്കെ കുടിച്ച് കിച്ചണിലേക്ക് വന്ന് ഇനി നമ്മൾ റൂമിലേക്ക് വന്നതാട്ടോ. ബെഡ്റൂമിൽ വന്നിട്ട് എന്തൊക്കെയാണ് വെക്കേണ്ട സാധനങ്ങൾ അതൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ എണീറ്റോടെ തന്നെ മക്കൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ എണീറ്റപ്പോൾ പുതപ്പൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചാണ്ട് അവർ നീറ്റ് പോയതാണ്. അപ്പോൾ ഞാനത് എടുത്ത് വെക്കണം ഇനി ചെയ്യുന്നത്. ഇന്നിപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും മാറ്റണില്ല. പിന്നെ മഴയായില്ലേ, ബെഡ്ഷീറ്റൊക്കെ നല്ല വെയിലത്ത് കൊണ്ടിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കുമ്പോഴാണ് അതിൻ്റെതായ വൃത്തിക്ക് ഇങ്ങനെ ഇരിക്കുകയല്ലേ. പക്ഷേ ഇപ്പോൾ മഴയായ കാരണം കൊണ്ട് ഞാനിപ്പോൾ ഒരു ആഴ്ച വരെ കൊണ്ടുപോകണ്ടിട്ട ബെഡ്ഷീറ്റൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ബെഡ്ഷീറ്റ് ഞാൻ എടുത്ത് മാറ്റുന്നതാണ്. ഒരു നാളത്തെ കൂടി കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ പുതപ്പൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് വെച്ച് ഇനി ഇതിൻ്റെ മുകളിൽ ഫോണുകൾ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ, നീർദോശ. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ദോശയ്ക്ക് കറിയാക്കി എടുക്കുന്നത്. മക്കളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല, അപ്പോൾ ലെങ്തായി പോകുന്ന എഴുതിയിട്ട് സ്കൂളിൻ്റെ സമയത്തുള്ളതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് ക്ലീൻ ആക്കി ഇടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ തിണ്ടയിലൊക്കെ അങ്ങനെ വെള്ളം അങ്ങനെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് അടിച്ചു വാരിയിട്ട് നമ്മളെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിടും, അങ്ങനെയൊക്കെ ചെയ്യും. ഇന്ന് ഉള്ളിൽ ഞാൻ അടിക്കണേ ഉള്ളൂ, തുടക്കണില്ല. അപ്പോൾ നമുക്കിന്ന് പുറത്ത് പണിക്കൊരാളുണ്ട്. അത് പറമ്പ് മുഴുവൻ അങ്ങനെ പൊന്തിയും കാടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ അവരവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. നമ്മുടെ വീട് നല്ല വൃത്തിക്ക് ഇങ്ങനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്നും തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നല്ല ഒതുക്കിയിട്ട് ഒന്നും ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിട്ടാൽ തന്നെ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഞാനൊന്ന് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇതുപോലൊരു മുറത്തിലാണ് കേട്ടോ ഞാൻ കൊണ്ടിൽ. അപ്പോൾ ഒരു മുറത്തിൽ എല്ലാ പച്ചക്കറികളും നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാനുള്ള അതെല്ലതും ഇതുപോലൊരു വലിയ മുറത്തിലാക്കി വെക്കുക. അപ്പോൾ കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതുപോലൊരു വലിയ എന്തെങ്കിലും ഒരു കൊട്ടയോ അല്ലെങ്കിൽ ഇതുപോലെ മോറാണെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തിടാനൊക്കെ സുഖമാണ്. എനിക്ക് ആഴ്ചയിലൊരു പ്രാവശ്യമാണ് ഞാൻ വെജിറ്റബിൾ കൊണ്ടുവരിക. ഇന്ന് ഫ്രിഡ്ജിലുള്ളത് എല്ലാം കൊണ്ട് എടുത്തതാണ്, ഒന്നുമില്ല കേട്ടോ, ഒക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ലാസ്റ്റത്തെ ദിവസമായിക്കണം. ഇനിയിപ്പോൾ നാളെ ഫ്രിഡ്ജ് മൊത്തം കൊണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് തുടച്ചതിൻ്റെ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ പിന്നെ കൊണ്ടുവരുന്നത് വെക്കുകയാണ് ചെയ്യൽ.
അപ്പോൾ ഒരു മത്തൻ്റെ ഒരു കഷ്ണമുണ്ട്, പിന്നെ ക്യാബേജ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, അങ്ങനെ നമുക്ക് കറിക്ക് ആവശ്യമുള്ളതും എന്തൊക്കെ കൂട്ടാൻ ഉണ്ടാക്കേണ്ടത് അതെല്ലാം എല്ലാ വെജിറ്റബിൾസും അങ്ങനെ കൊടുന്നൊക്കെ ഒരുമിച്ചിട്ട് അങ്ങനെ ഞാൻ ആദ്യം മത്തനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് ചിക്കനാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനും പുറത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തനൊന്ന് ആദ്യം പീസാക്കി എടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കട്ടെ. ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റും. കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ട് പാത്രങ്ങൾ കൂടുതൽ പരത്താതെ തന്നെ നമുക്കിങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഞാൻ അപ്പോൾ മത്തനാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴുകിയിട്ട് കുക്കറിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ കുക്കറും ഒരു പാനും വെച്ചിട്ടുള്ള കുക്കിംഗ് ആണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ തക്കാളി, പച്ചമുളക്, പിന്നെ 2 വഴുതന ഉണ്ടായിരുന്നു, അതും വെള്ളത്തിലിട്ടിട്ട് കുറച്ച് വിനെഗറും കൂടി ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ വഴുതന എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ, അത് കേടായിട്ടുണ്ടായിരുന്നു, ചെറിയൊരു വാടൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഉണ്ടാക്കിയില്ല. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് ബീട്രൂട്ട് തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് കട്ടിംഗ് ബോർഡൊന്നും ഞാൻ എടുത്തിട്ട് ചേട്ടാ, ഇങ്ങനെ അങ്ങോട്ട് ഈ ഒരു മുറത്തേക്ക് തന്നെ തൊലികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെത്തിയിടും, എന്നിട്ട് വേഗം കട്ട് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ എൻ്റെ മോള് പറയും കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് ചെയ്യുമ്മ അങ്ങനെ പറയട്ടെ. അവൾ ഒരു തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും കട്ടിംഗ് ബോർഡ് മേലെ വന്ന് വെച്ചിട്ട് ചെയ്യൽ. എനിക്കിതിങ്ങനെ ഒരു പ്രാക്ടീസ് ആയിക്കണം കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കിച്ചണിൽ കിടന്ന് പയറ്റ് തന്നെയല്ലേ ഇപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണല്ലോ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് നമുക്ക് കൊണ്ട് വരും കട്ട് ചെയ്യാനൊക്കെ. ഇടയ്ക്ക് കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് കട്ട് ചെയ്യുകയും ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് വേഗം അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന സമയത്തുള്ള രീതിക്കുള്ള പണികളാണ് ഞാൻ ചെയ്യൽ. എന്തായാലും എനിക്ക് പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടാവുള്ളൂ. അങ്ങനെ ബീട്രൂട്ട് ഞാനിതാ ചെറിയ പീസാക്കി തന്നെ കട്ട് ചെയ്തെടുക്കണം. നല്ല ചെറുതായിട്ടല്ലെന്ന് ബീട്രൂട്ട് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് പച്ചടി ഇട്ടാ ഉപ്പേരിനെക്കാട്ടും ഒന്നും കൂടി ഉപ്പേരി വെച്ചൊരു മധുരിക്കുമല്ലോ, അപ്പോൾ ഉപ്പേരിനെക്കാട്ടും ഇഷ്ടം പച്ചടി വെച്ചിട്ടുണ്ടെങ്കിലാണ്. മത്തൻ അവിടെ കിടന്നിട്ട് വേവണുണ്ട്. ഒരു 2 വിസിലടിച്ച് നമുക്ക് ഓഫാക്കിയിടാം. അപ്പോൾ മത്തനേക്കുള്ള തേങ്ങ ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചെറിയ ജീരകം, ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ചതച്ചെടുക്കുകയാണ്. വെള്ളം ചേർക്കാതെ ഇട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മത്തനിവിടെ വെന്തിട്ടുണ്ട്. ഇനി അതാ ചൂട് കൊടുക്കൊണ്ട് ഞാനിങ്ങനെ ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ മത്തന് വേവണ സമയം കൊണ്ടാണ് നമ്മൾ തേങ്ങ അരച്ചെടുത്തതും പിന്നെ ബീട്രൂട്ട് അരിഞ്ഞെടുത്തതൊക്കെ അങ്ങനെ നമ്മൾ ഓരോന്നും കണ്ട് വേഗം ആക്കി വെക്കുക. പിന്നെ നമ്മൾ സമയം ലാഭിക്കാൻ ഈ രീതിക്ക് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എല്ലാ സാധനവും കട്ട് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കലുണ്ട് കേട്ടോ. അപ്പോൾ തീരെ സമയമില്ല എന്നുള്ളവർക്ക് ഈ രീതിക്ക് ചെയ്താൽ മതി, വേഗം തീർക്കണം എന്നുണ്ടെങ്കിൽ. ഒരു പാന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കടുക് പൊട്ടിച്ചെടുത്ത് കുറച്ച് കറിവേപ്പിലിട്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചത് അതുകൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ മത്തനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുത്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ സിമ്മിലിട്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഫ്ലെയിം. അങ്ങനെ അതങ്ങനെ ഇളക്കി കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം അടുത്തത് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മൾ ബീട്രൂട്ട് കട്ട് ചെയ്തതുണ്ടല്ലോ, അത് നമ്മൾ സെയിം നമ്മുടെ കുക്കറിൽ തന്നെയാണ് ഇനി വെച്ച് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്നും കണ്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് നമ്മളെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കഴുകിയതിൻ്റെ ശേഷം നമുക്ക് ഇട്ടെടുക്കുക. അപ്പോൾ നമ്മൾ പീൽ ചെയ്തിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനിനി കുക്കർ അടച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മത്തനും ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട. ഒരു 5 മിനിറ്റ് മത്തന് ഇങ്ങനെ തേങ്ങയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ അത് ഇനി ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മത്തനും റെഡി ആയിട്ടുണ്ട്. മത്തന് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പാനും നമ്മുടെ കുക്കറും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ കുക്കിംഗ് മൊത്തം. ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ക്യാബേജിൻ്റെ പുറത്തുള്ള കുറച്ച് തൊലികളൊക്കെ കണ്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിങ്ങനെ ചെറിയ ക്യാബേജാണ് വാങ്ങിക്കലിട്ടാ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട്. പിന്നെ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിലും ചെറിയ ക്യാബേജാണ് നോക്കി വാങ്ങൽ. അതും ഞാൻ ഇനി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ക്യാബേജ് എപ്പോഴും നമ്മളിങ്ങനെ കട്ടിംഗ് ബോർഡുമ്മൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഒന്നുകൂടി നൈസാവെന്ന് പറയും. ഞങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ പ്രാക്ടീസായ കാരണം കൊണ്ടാണ് കട്ടിംഗ് ബോർഡ് എടുക്കാത്തത്. കട്ടിംഗ് ബോർഡ് എടുക്കലുണ്ട്.
അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മൾ വേഗം അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീട്രൂട്ടും 2 വിസിൽ അടിച്ചാൽ മതി. ആ സമയം കഴിഞ്ഞാൽ ബീട്രൂട്ടും റെഡിയാവും. അപ്പോഴേക്കും വേഗം ഇതൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ക്യാബേജിലേക്ക് ഒരു വലിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്, അതും കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ മത്തന് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുള്ള പാൻ ഉണ്ടല്ലോ, അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ പാൻ എപ്പോഴും ഒന്ന് ചൂടോട് കൂടി നമ്മൾ കഴുകിയെടുക്കരുത് കേട്ടോ. പാന് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചെടുത്ത് പിന്നെ നമ്മൾ വലിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയതിൻ്റെ ശേഷം വേണം നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാബേജ് എപ്പോഴും ഇങ്ങനെ നമ്മൾ അടച്ച് വെക്കരുത്. അടച്ച് വെക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് വേവിക്കുമ്പോഴാണ് ക്യാബേജിൽ ടേസ്റ്റ് വരിക. പിന്നെ അതേപോലെ തന്നെയാണ് മുരിങ്ങയിലയും അടച്ച് വെക്കാതെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരില്ല. പിന്നെ ഈ ക്യാബേജ് നമ്മൾ അടച്ചു വെച്ച് ഇങ്ങനെ വേവിക്കുമ്പോൾ അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങും, അതുകൊണ്ട് അപ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ സിമ്മിൽ കിടക്കട്ടെ. അപ്പോഴേക്കും നമ്മളെ ബീട്രൂട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറണം, എന്നിട്ട് വേണം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചൂടാറാനുള്ളൊരു സമയം കൊണ്ട് ഞാൻ ഈ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പണിക്കും നമ്മളിങ്ങനെ കാത്തു നിൽക്കണ്ട കേട്ടോ, വേഗം നമുക്കണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ സമയം ഇങ്ങനെ ലാഗടിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങൾക്ക് നമ്മൾ പോവും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കുക്കിംഗ് നേരം വെക്കുക. നമ്മൾ കുറച്ചൊരു പാത്രങ്ങൾ വെച്ചിട്ട് ആ ഉള്ള പാത്രങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൽ തന്നെ വേഗം ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് അത്ര വലിയ ഭാരമൊന്നുമില്ല കേട്ടോ. കുറേ ഒരു സമയം കാര്യങ്ങളൊന്നും എടുക്കുകയൊന്നുമില്ല. പിന്നെ കുറച്ച് പാത്രങ്ങളും കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കലൊക്കെ ആകുമ്പോൾ നമ്മൾ കിച്ചൺ കാണാനൊരു വൃത്തിയല്ലേ. കുറേ പാത്രങ്ങൾ പല ഭാഗങ്ങളിലും കുന്നുകൂട്ടിയിട്ടിട്ട്, അല്ലെങ്കിൽ എടുത്ത പാത്രം അതവിടെ ഇട്ടു, ഇനി അടുത്ത വേറെ പാത്രം എടുക്കുക, എന്നിട്ട് അതിൽ ഉണ്ടാക്കുക, പിന്നെ അതും അവിടെ ഇട്ടു. അങ്ങനെ ചെയ്യുമ്പോൾ പാത്രങ്ങൾ ഇങ്ങനെ കുഞ്ഞു കൂടും. പിന്നെ അതുമല്ല നമ്മളെ കിച്ചൺ ആകെ എന്താ പറയുക ഒരുപോലെ ആവും. അപ്പോൾ അത് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിക്ക് തന്നെ ചെയ്താൽ മതി. എന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ക്ലീനിങ്ങും ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ ഒന്നാകെ അങ്ങനെ എന്താ പറയുക, വെള്ളം പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒക്കെ പോയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടനെ തന്നെ ജസ്റ്റ് ഇങ്ങനെ തുടച്ച് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് നമ്മളെ ബീട്രൂട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാബേജ് അവിടെ ഇങ്ങനെ സിമ്മിലിട്ട് കൊടുത്തതായിരുന്നല്ലോ, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതവിടെ കിടന്നങ്ങനെ വെന്ത് വരും. അപ്പോഴേക്കും നമുക്ക് ഈ പണികളൊക്കെ തീർക്കാട്ടോ. ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം വേഗം. ഞാൻ ആ കുക്കറൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ട് വേവിച്ചതായിരുന്നല്ലോ. ഒരു സമയത്ത് ഞാൻ പുറത്ത് പണിക്കാരുണ്ട്, അപ്പോൾ ഒരിടത്തൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ നിന്നിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്യാബേജ് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജൊക്കെ പെട്ടെന്ന് വെന്ത് വരുമല്ലോ. നമ്മൾ വേവിക്കാതെ തന്നെ കഴിക്കുന്ന സാധനങ്ങളാണല്ലോ അത്. ഇനിയിപ്പോൾ കുക്കർ ഞാനൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. ആ കുക്കറിൽ തന്നെ ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറിക്കുള്ള വെല്ലുള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഭക്ഷണങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എത്ര ഐറ്റംസ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മുറത്തിലാണ് നമ്മൾ വെജിറ്റബിൾസ് എല്ലാതും കൂടി കൊടുന്ന് ഒരുമിച്ച് വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഓരോന്നോരോന്ന് എടുക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ രാവിലെ തന്നെ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമല്ലോ, ആ സമയത്ത് തന്നെ നമുക്ക് ഉച്ചക്കൊക്കെ എന്തൊക്കെ ആവശ്യമുള്ളത് അങ്ങനെ എല്ലാതും നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ സാധാരണ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടതാണല്ലോ. പക്ഷേ അങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. ഒന്നും പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് ഈ രീതിക്ക് ചെയ്താലും പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു മുറത്തിൽ ഇങ്ങനെ നമ്മൾ വെജിറ്റബിൾ പീൽ ചെയ്തിട്ട് അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൗണ്ടർ ടോപ്പിൽ ഒന്നും ആവില്ല കേട്ടോ. അതാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ നമ്മൾ ക്യാബേജ് റെഡി ആയപ്പോൾ ക്യാബേജും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പാന് കഴുകിയിട്ടില്ല കേട്ടോ. കഴുകാതെ തന്നെയാണ് നമ്മൾ അതിൽ കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീട്രൂട്ട് അരച്ചത് അതുപോലെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ജീരകവും കടുകും പിന്നെ
കുറച്ച് തൈരും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഈ ബീട്രൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ തേങ്ങ വേറെയും നമ്മൾ തൈര് വേറെ ആയിട്ട് അടിച്ചെടുക്കും. ഞാനിങ്ങനെ ഒരുമിച്ചിട്ടാണ് ചെയ്യൽ. തേങ്ങ തന്നെയാണ് തൈര് ഒഴിച്ച് കണ്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഒന്ന് അരച്ചെടുക്കലാണ് ചെയ്യൽ. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ലൂസായി പോകില്ല, കുറച്ച് നല്ല കറക്റ്റ് തിക്നെസ്സിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കൽ. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു തള വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചടിയല്ല കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ നമ്മൾ അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ അവിടെ കിടന്നിട്ട് വേവണുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം. എനിക്ക് ആയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടത്. നമ്മളെല്ലാതും ഉണ്ടാക്കിയപ്പോൾ ചോറ് ഞാൻ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ അടുപ്പിൽ ഒരു പാത്രം ഉണ്ടാവും, അത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണത് കാണിക്കാഞ്ഞത്. പിന്നെ നമ്മളിതാ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എനിക്ക് ആകെയുള്ള ഒരു കൗണ്ടർ ടോപ്പ് ഇതാണ്, ഈ ഒരു റാക്ക് മാത്രമാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാതും തന്നെ പാത്രം കഴുകാനൊരു സിങ്കും ഒരു ഗ്യാസ് സ്റ്റോപ്പും കൂടി വന്നപ്പോൾ ഗ്യാസും കൂടി വന്ന സമയത്ത് അവിടെ വേറെ സ്ഥലവും കാര്യങ്ങളൊന്നും കൂടുതലായിട്ടില്ല കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് ആ കിച്ചന് ചെറുതാണെന്നുണ്ടെങ്കിലും സൗകര്യങ്ങൾ കുറവാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഒരുക്കത്തോട് കൂടിയാണ് നമ്മൾ പണിയെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ കിച്ചന് ക്ലീൻ തന്നെ ആയിരിക്കും. ആ കാണുന്ന കിച്ചനക്കൊരു ക്ലീനിങ്ങും വൃത്തിയും അല്ലെങ്കിൽ ഭംഗിയൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ടാണ് നമ്മൾ പാത്രം കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതും ശ്രദ്ധിക്കണം കേട്ടോ. പാത്രം കഴുകുമ്പോൾ നമ്മൾ ഫിഷ് അല്ലെങ്കിൽ മീറ്റൊക്കെ നമ്മൾ കഴുകിയെടുത്ത മീനും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴുകിയെടുത്തതാണെങ്കിൽ ചിക്കനും മീനൊക്കെ കഴുകിയെടുത്ത പാത്രങ്ങളുണ്ടെങ്കിൽ അത് പിന്നെ കഴുകണം. അങ്ങനെ ചെയ്യട്ടെ. നമ്മൾ പാത്രം കഴുകുമ്പോഴും ഒന്ന് വൃത്തിക്ക് ചെയ്യുക. ഒരുമിച്ചിട്ട് ഇങ്ങനെ കൂട്ടിങ്ങാണ്ട് നമ്മൾ പാത്രം കഴുകാനും നോക്കരുത്, അതാണ് പറഞ്ഞത്. ഇനി നമുക്ക് പാന് കഴുകിയെടുക്കാം. അപ്പോൾ പാൻ ഒന്ന് ചൂടാറട്ടെ എന്ന് എഴുതിയിട്ടാണ് അത് ലാസ്റ്റ് കഴുകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ പാനുകളൊന്നും ചൂടോടുകൂടി അങ്ങനെ കഴുകിയെടുക്കരുത്, ബെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് കട്ടിയുള്ള പാനുകൾ യൂസ് ആക്കുകയാണ് നല്ലത്. പിന്നെ കട്ടി കുറഞ്ഞ പാനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീരെ നമ്മൾ ചൂടോടുകൂടി കഴുകാൻ വേണ്ടി പാടില്ല. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് ബെൻഡായി പോവും. അപ്പോൾ അങ്ങനെ ഒരു ചെരിവും കാര്യങ്ങളൊക്കെ വരും, അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ പാനും കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഈ ഒരു മുറം കൂടിയും കഴുകി വെക്കുന്നുണ്ട്. ഇത് കുറേ മുന്നുള്ള മുറം കേട്ടോ, എത്രയോ വർഷമായിക്കണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള കുറേ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതായിരിക്കും. അപ്പോൾ അതിൽ ചെറിയൊരു ഹോൾ വന്നിട്ടുണ്ട്, അവിടെ ടാപ്പിലിട്ട് ഒട്ടിച്ചെന്നാണ് കേട്ടോ. അപ്പോൾ വെറുതെ കളയണ്ടെന്ന് എഴുതിയിട്ട് കുറച്ചും കൂടി യൂസ് ആക്കിയിട്ട് ഒഴിവാക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ. അപ്പോൾ ഇതാട്ടാ നമ്മളിനി തുടച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പോയ വെള്ളം ഞാൻ ഉടനെ തന്നെ ഇങ്ങനെ തുടച്ച് പോവലുണ്ട്. അപ്പോൾ അതങ്ങനെ. പിന്നെ നമ്മുടെ ചിക്കൻ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ലഗോണാണ്, നമ്മളെ വേവുള്ളൊരു ചിക്കൻ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതാണ് കുറച്ചൊരു ടൈം എടുത്തത്. അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ട്. മത്തനും പച്ചടി, ബീട്രൂട്ട് പച്ചടിയും കാബേജ് ഉപ്പേരിയും നമ്മളെ ചിക്കൻ കറിയും. എന്നിട്ട് എല്ലാതും അതിൻ്റെതായ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു നമ്മളെ കുക്കർ മാത്രമേ കഴുകിയെടുക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കുക്ക് ചെയ്തത് ഈ ഒരു കുക്കറിലും ഒരു പാൻ വെച്ചിട്ടുമാണ്. പിന്നെ നമ്മൾ അരിയാനും ഉണ്ടാക്കാനൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ, നമ്മൾ കഴുകാനൊക്കെ എടുത്തിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ എത്ര ചെറിയ കിച്ചൺ ആണെങ്കിലും എത്ര ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് നമ്മൾ വെച്ചിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ, അതങ്ങനെ അവിടെ ആയിരുന്നു, പൈപ്പിൻ്റെ അടുത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് എടുത്തിട്ട് ഈ സൈഡിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ വെച്ചപ്പോൾ എനിക്ക് സ്ഥലമില്ലാത്ത പോലെ കേട്ടോ, അതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് കൈ ഇങ്ങനെ വലത്തെ കൈ കൊണ്ടല്ല നമ്മളൊക്കെ ചെയ്യുമ്പോൾ എടുക്കാൻ സുഖം ഇവിടെ നിന്നാണ്. അവിടെ വെച്ചപ്പോൾ പാത്രങ്ങളൊക്കെ വെക്കാനൊരു ബുദ്ധിമുട്ട്, അതാണ് ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുള്ളത്. ഉണ്ട് അത് ഊരി കണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സിങ്കൊക്കെ ഒന്ന് കഴുകി കൊടുത്തു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതാ ഈ ഒരു ഭാഗത്തിട്ടിട്ട് മാത്രമാണ് നമ്മളിന്ന് കുക്ക് ചെയ്തത്, വേറെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സ്ഥലങ്ങളൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. നമ്മൾ ഗ്യാസൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പൊതുവേ ഞാൻ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തിട്ട്, അത് നമ്മളെല്ലാ വീഡിയോസിലും പറയലുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ പുതിയ ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളതും അല്ലെങ്കിൽ എന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് ചോദിക്കട്ടെ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം.
അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് എന്തെങ്കിലും സ്പ്രേ ചെയ്തിട്ട് ഹാൻഡ് വാഷ് ഇട്ടിട്ട് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണ് നല്ല കേട്ടോ. എന്നാൽ നല്ല സ്മെല്ലുണ്ടാവും. ഞാൻ യാർഡിലിൻ്റെ ഒരു വയലറ്റ് ഫ്ലേവറുള്ള ഹാൻഡ് വാഷാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യൽ കുറേ വർഷങ്ങളായിട്ട്. എനിക്ക് അതിൻ്റെ സ്മെല്ലാണ് നല്ല ഇഷ്ടം കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ല് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യൽ അതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ല നമ്മളിങ്ങനെ ഉച്ചക്കുള്ള ലഞ്ചാണെങ്കിലും ഉച്ചക്കത്തുള്ള ഭക്ഷണമാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ജസ്റ്റ് ഒന്ന് തുടച്ച് പോകാൻ ഒരു 2 മിനിറ്റൊക്കെ ആവശ്യമുണ്ടാവുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടാ അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തിട്ട് അതൊരു ശീലാക്കി മാറ്റുക. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കിച്ചൺ നല്ല വൃത്തിയായിരിക്കും, കാണാൻ നീറ്റായിരിക്കും കേട്ടോ. ഒരു ഈച്ച പ്രാണി കാര്യങ്ങളൊന്നും വരില്ല. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഫുഡിൻ്റെ എന്തെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുക്ക് ചെയ്യുന്നതല്ല കിച്ചണിൽ കിടന്നിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റ് എന്തെങ്കിലും ഫുഡിൻ്റെ അത് പോയി കഴിഞ്ഞാൽ മതി, അവിടെ ഈച്ചയും പ്രാണികളും വരും. അപ്പോൾ നമ്മൾ ഈ ഒരു തുടക്കൽ കൊണ്ട് നമുക്ക് ഉള്ള ഉപകാരം അതാണ് കേട്ടോ. ഒന്നും നമ്മളെ കൗണ്ടർ ടോപ്പിലായാലും എവിടെ ആയാലും കിച്ചണിൽ എവിടെ ആയാലും ഉണ്ടാവില്ല. പിന്നെ ഫുഡിൻ്റെ വേസ്റ്റ് ഞാൻ പറയല്ലോ, ഫുഡിൻ്റെ വേസ്റ്റ് ഇടാൻ നമ്മൾ എല്ലാവരും ഒരു ബാസ്ക്കറ്റ് നമ്മളെ ഒരു എന്തെങ്കിലും ഫുഡിൻ്റെ ഒരു ഇത് വെക്കലുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയിട്ട് പുറത്ത് എന്തായാലും കൊണ്ടുപോയിട്ട് കളയണം. നമ്മുടെ പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണിക്കാരന് നമ്മളെ കുളത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് പുല്ലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഇനി നമ്മൾ കുളത്തിൽ ഇറങ്ങിയിട്ടുള്ള അലക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസായിട്ട് വരട്ടെ. നമ്മൾ കുളത്തിൽ ഇറങ്ങിയിട്ടുള്ളതൊക്കെ ഇപ്രാവശ്യം ഇറങ്ങിയിട്ടില്ല. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. വീഡിയോസ് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ ഒന്ന് കമൻസുകൾ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.